ഹായും അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ കിച്ചണാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വോളിലായിട്ട് ഒരു ക്ലോക്കും കൂടെ കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരു പർഗോള ഡിസൈനിലായിട്ടാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഡോർ എല്ലാം നൽകിയിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായി ഒരൊറ്റ കിച്ചണായിട്ട് അടിപൊളിയായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും എല്ലാം ഈ ഒരൊറ്റ കിച്ചണിലായിട്ട് ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ട് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു കിച്ചണിലായിട്ട് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോർ റൂം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ തന്നെ ആയിട്ടാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലായിട്ട് സിമ്പിളായ ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും കൊടുത്ത് അടിപൊളിയായി സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി അടിപൊളിയായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. ഒരൊറ്റ അടുപ്പായിട്ടാണ് ഇവിടെ വിറകടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് വിറകടുപ്പിൽ എവിടെയാണ് വിറക് വെക്കുക എന്നുള്ളത്. ഇതുപോലൊരു ടോപ്പ് ഉണ്ടാവും. ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്താണ് നമ്മൾ വിറക് വെക്കുന്നത്. വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളറിലായിട്ട് വരുന്ന ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് വോളിലൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി കൂടി ഈ ഒരു വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ വോളിലായിട്ടൊരു ഫാനും കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. ആ ഒരു സിങ്ക് സെപ്പറേറ്റ് ചെയ്ത് അവിടെ ആയിട്ട് ആ ഒരു വോളിലായിട്ടാണ് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടും കിച്ചണും എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു ഭാഗത്ത് ലോവർ ഡിസൈനാണ് വുഡ് ഷെയ്ഡിലായിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ചെയ്യാൻ 4 ലക്ഷം രൂപ വന്നിട്ട്. എന്നാൽ സീലിങ്ങും സ്റ്റെയർ കേസും ഉൾപ്പെടെ 8 ലക്ഷം രൂപയാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ലെങ്ത്തിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ ആയിട്ടാണ് ആ ഒരു വിൻഡോ എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ വിൻഡോസ് എല്ലാം ഇവിടെ സ്റ്റീലിലായിട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ടും കബോർഡ്സ് നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുകളിലെ ഓരോ ഏരിയയും കബോർഡ്സിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോർ റൂം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലാബ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത്. ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന സ്റ്റോറേജ് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന്. വിറകടുപ്പിൻ്റെ ഭാഗം കൂടാതെ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 330x424 വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഭാഗം കൗണ്ടർ ടോപ്പ് ഒന്ന് ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എവിടെയായിട്ടൊരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ലെങ്ത്തിലായിട്ടുള്ളൊരു വാർഡ്രോബും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോട് കൂടി തന്നെ തട്ട് നൽകി ആ ഒരു ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റിന് താഴെയെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് വരുന്നുണ്ട്. വർക്കിംഗ് കിച്ചണായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ ഈ ഒരു ഷോ കിച്ചൺ കഴിഞ്ഞ് വർക്കിംഗ് കിച്ചൻ്റെ ആ ഒരു ഏരിയയുടെ സൈസ് വരുന്നത് 330x162 ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാത്രം കഴുകാനുള്ള ഒരു ഏരിയയും കൂടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് അലക്കാനുള്ള സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്